സ്റ്റിൽ ലൈഫ്, ജീവനില്ലാത്ത വസ്തുക്കളെ പേപ്പറിലോട്ട് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അത് ഭംഗിയാക്കി മാറ്റാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ റെഫറൻസ് പിക്ചർ ഒരു സ്റ്റിൽ ലൈഫ് ഫോട്ടോഗ്രാഫാണ്. സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചെടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യണൊക്കെ മുൻപായിട്ട് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം ലൈറ്റ് ടോൺസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ റൂള് വെച്ചിട്ട് ആദ്യം ലൈറ്റ് ടോൺസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു HB അല്ലെങ്കിൽ അല്ലെങ്കിൽ 2H, അതായത് ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ പെൻസിൽസ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് ടോൺസ് ചെയ്തിട്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഈ ഒരു മെറ്റാലിക് പാർട്ടിന്റെ ഓരോ ഫേസിലും നമുക്ക് ഷെയ്ഡും ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടോണുകളാണ് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫേസിൽ ലൈറ്റ് ടോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ടോൺ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് 6Bയോ 8Bയോ 10Bയോ പെൻസിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഡാർക്ക്നെസ് അനുസരിച്ച് നിങ്ങൾ പെൻസിൽ മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം 10B യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു 6B ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഡാർക്ക് ടോൺസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഡാർക്ക് ആക്കണമെങ്കിൽ 10B യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മിഡിൽ ടോൺ ചെയ്യാനായിട്ടൊരു 2B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ഗ്രേഡുള്ള പെൻസിൽസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കി ഈ ആർട്ട് വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.